ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റിംഗ് റൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ടെനി. റിട്ടയർമെൻറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വലിയ പ്ലാനിങ് നമ്മൾ ഇൻഷുറൻസിന് വേണ്ടി നടത്തേണ്ടതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് കൂടാതെ നമ്മൾ എടുക്കേണ്ട മെയിൻ ഒരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ്. നമ്മുടെ വീട്ടിലുള്ള ഫയർ എക്സ്റ്റിങ്വിഷർ, അല്ലെങ്കിൽ നമ്മുടെ കാറിലുള്ള എയർ ബാഗ്സ്, നമ്മുടെ ഓഫീസിലുള്ള സ്മോക്ക് ഡിറ്റക്ടേഴ്സ് പോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണത്. അതിൻ്റെ ഒരു ആവശ്യം വരും മാത്രമേ അത് മാറ്റർ ആവുന്നുള്ളൂ. ആ സമയത്ത് നമ്മളിത് ഉള്ളത് കൊണ്ട് വളരെ സന്തോഷിക്കും എന്നുള്ള പോലെ തന്നെയാണ് ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഷുറൻസ്. അതാണ് ഇൻഷുറൻസ്. മറ്റ് ഇൻഷുറൻസ് പോളിസീസ് ഇതിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിറൈവ്ഡ് പ്രോഡക്ട്സ് ആണ്. നമ്മൾ അതിലേക്ക് പോകുമ്പോൾ അതിൽ പല മാറ്റങ്ങളും പല ഇൻഷുറൻസ് കമ്പനികൾ തമ്മിൽ വരാൻ സാധ്യതയുണ്ട്. ബേസിക് ആയിട്ടുള്ള ടേം ഇൻഷുറൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികളിലും ഏകദേശം ഒരു തുല്യമായ വിലയായിരിക്കും. എന്നാൽ മറ്റുള്ള ഇൻഷുറൻസുകൾ എടുക്കുമ്പോൾ നമ്മൾ ഈ പല കമ്പനികളുടെ തമ്മിലുള്ള പോളിസീസ് വളരെയധികം കമ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. അതൊരു ടീഡിയസ് ടാസ്കുമാണ്. ബേസിക് ടേം ഇൻഷുറൻസ് പോളിസിയെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. എന്ന് പറയുമ്പോൾ തന്നെ ഓവർ ഇൻഷുർഡ് ആവേണ്ട ആവശ്യവും നമുക്കില്ല. നമ്മുടെ കയ്യിൽ കുറേ പണമുണ്ട്, നമുക്ക് 10-20 lakhs ഇൻകം ഉണ്ടെങ്കിൽ അതിൻ്റെ 10 times ഇൻഷുറൻസ് എടുക്കാൻ എന്നുള്ള പോലെ അതിൻ്റെലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു യുക്തിപരമായി ചിന്തിച്ചു നോക്കൂ. അങ്ങനെ നമ്മൾ എത്രയാണ് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ അതിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ജീവിതത്തിന്റെ ഭാഗമായി പല ലോണുകൾ എടുത്തിട്ടുണ്ടാകാം. ഒരു ഹൗസിംഗ് ലോൺ ഉണ്ടാവും, വെഹിക്കിൾ ലോൺ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിനെല്ലാം കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്. അതിനാൽ നമുക്ക് എന്തെങ്കിലും അൺഫോർച്ചുനേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ലോണുകൾ അടഞ്ഞു പോവുകയും വീട്ടുകാർക്ക് അതൊരു വലിയ ബാധ്യതയായി വരികയും ചെയ്യരുത്. എന്നാൽ നമ്മുടെ അഭാവത്താൽ നമ്മുടെ സാലറി അവർക്ക് കൃത്യമായി അടുത്ത 40 കൊല്ലം കിട്ടിക്കൊണ്ടിരിക്കേണ്ട പോലത്തെ ഒരു ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇൻഷുറൻസ് ആരും ഫ്രീ തരുന്നില്ല. നമ്മളതിനുള്ള പ്രീമിയം അടയ്ക്കണം. 2 കോടിയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരു വർഷം ഏകദേശം 8,000 രൂപ, ഏകദേശം 7,000 രൂപ മന്ത്ലി SIP അടയ്ക്കാനുള്ള ഒരു തുകയാണ് നമ്മൾ ഇതിനുവേണ്ടി പ്രീമിയമായി അടയ്ക്കുന്നത് എന്ന് ഓർക്കുക. 99% കൂടുതൽ ആളുകളും ഇൻഷുറൻസ് പ്രീമിയം അടക്കിയല്ലാതെ അത് തിരിച്ച് ഉപയോഗിക്കാനായിട്ട് കമ്പനിയിൽ നിന്നും ഒന്നും കിട്ടേണ്ടതില്ല എന്നുള്ള കാര്യം കൊണ്ട് മറക്കരുത്. ഈ കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. അതിനാൽ ഇൻഷുറൻസ് വളരെ നല്ലതാണ്, പക്ഷെ നമ്മൾ ഓവർ ഇൻഷുർഡ് ആവാൻ പാടില്ല. ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് യുക്തിപരമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ സ്വീകരിക്കുക. നിങ്ങളുടെ സ്റ്റഡി നടത്തി നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുക. ഇനി ടേം ഇൻഷുറൻസ് എടുക്കുമ്പോഴും പലരും വലിയ മിസ്റ്റേക്സ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിൽ ചില മിസ്റ്റേക്സിനെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ്. എങ്ങനെ ഇൻഷുറൻസ് കമ്പനികളെ കൊണ്ട് തന്നെ നമ്മൾ ആർക്ക് പ്രീമിയം അടയ്ക്കുന്നോ അവരെ കൊണ്ട് തന്നെ നമ്മളുടെ പ്രീമിയം അടയ്പ്പിക്കേണ്ട എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയെല്ലാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് ഇല്ലാത്തവർ ടേം ഇൻഷുറൻസ് എടുക്കണം. നമ്മളൊരു വലിയ തുക പെർ ആനം പ്രീമിയമായി ഇൻഷുറൻസിന് വേണ്ടി അടയ്ക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് അഡ്വക്കേറ്റ്ലി നമ്മൾ ഇൻഷുർഡ് ആണ് എന്ന് കരുതേണ്ടതില്ല. നമ്മൾ അടയ്ക്കുന്നത് ചിലപ്പോൾ ഒരു മണി ബാക്ക് പോളിസി ആവാം, എൻഡോമെന്റ് പോളിസി ആവാം, ഒരു ആനുവിറ്റി പോളിസി ആവാം, റിട്ടയർമെന്റ് പോളിസി ആവാം. ഇത് ശരിയായിട്ടുള്ള ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസ് ആണ്. ആ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ ഓവർ ഇൻഷുർഡ് ആവാതിരിക്കാൻ നോക്കുക. അതുപോലെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളുടെ കാർ ലോൺ, ഹോം ലോൺ എന്നിവയെല്ലാം ഉണ്ടാകുന്ന ബാധ്യതകളെ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ബാധ്യതകളെല്ലാം നമ്മൾ അടച്ചു തീർത്ത് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ഘട്ടത്തിൽ എല്ലാ ബാധ്യതകളും തീർന്നു, ഒരു ചെറിയ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മുടെ വീടിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഉണ്ടായി വന്നു, കാലാനുസൃതമായി നമ്മൾ ചെറിയ അസറ്റ്സ് വാങ്ങിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെറുപ്പകാലത്ത് ലോൺ കവർ ചെയ്യുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് നിർത്തേണ്ടതല്ലേ? അത് കൊണ്ടുവന്നതിന് പിന്നെ ആവശ്യമില്ലല്ലോ. പിന്നീട് അതിനുള്ള പ്രീമിയം അടച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നീട് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ഇത് വീട്ടുകാർക്ക് ഒരു സെലിബ്രേഷനുള്ള ഒരു ഉപാധിയായി മാറും. അതിനാൽ ഇൻഷുറൻസ് ഒരിക്കലും ടേം ഇൻഷുറൻസ് 1 time പ്രീമിയം കൊടുത്ത് നമ്മൾ വാങ്ങരുത്. പല ഇൻഷുറൻസ് കമ്പനികളും നമ്മളെ ഇതിലേക്ക് പ്രലോഭിപ്പിക്കാം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഏത് വർഷത്തിന് വേണ്ടി ഇൻഷുറൻസ് എടുക്കുന്നു
ആ വർഷത്തേക്കുള്ള പ്രീമിയം മാത്രമേ അടയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ആയിരിക്കും നമ്മളുടെ പ്രീമിയം പേയ്മെന്റ്, ഇയർലി പ്രീമിയം പേയ്മെന്റ്. കുറച്ച് നാളത്തേക്ക് മാത്രം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കൂ, കൂടുതൽ നാളത്തേക്ക് കവറേജ് നേടൂ. അവരാരും ഫ്രീ തരില്ല. ആ കുറച്ച് നാളത്തേക്കുള്ള അടയ്ക്കുമ്പോൾ തന്നെ എല്ലാ വർഷത്തേക്കും അടയ്ക്കുന്നതിന്റെ പ്രീമിയം നമ്മളിൽ നിന്ന് കൂടുതലായി അവർ വാങ്ങുന്നു. അതിനാൽ ആലോചിച്ച് മാത്രം വേണം ഇല്ലെങ്കിൽ. അപ്പൊ അതിൽ എപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ പ്രീമിയത്തിലുള്ള ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇയർലി പ്രീമിയം മാത്രം ഓപ്റ്റ് ചെയ്യുക. 10 വർഷത്തേക്ക് അടയ്ക്കുന്നു, 25 വർഷത്തേക്ക് കവറേജ് കിട്ടുന്നു, വേണ്ട. കാരണം കൂടുതൽ പണം നമ്മൾ പ്രീമിയമായി നമുക്ക് കൊടുക്കേണ്ടി വരും ആ ഒരു അവസരത്തിൽ. 1 crore ഇൻഷുറൻസിന് 45,000 രൂപ അടയ്ക്കുക, അടുത്ത വർഷവും 45,000 അടയ്ക്കുക എന്നുള്ള ഒരു തോതിലാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. എനിക്ക് 52 വയസ്സാകുമ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ എല്ലാ ബാധ്യതകളും കവേർഡായി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഇൻഷുറൻസിന്റെ പ്രീമിയം സ്റ്റോപ്പ് ചെയ്യാം. അതോടുകൂടി എൻ്റെ ഇൻഷുറൻസ് നിലയ്ക്കും, എനിക്ക് പ്രീമിയം അടയ്ക്കേണ്ട ബാധ്യതയും വരുന്നില്ല. ഇതുപോലെ വലിയൊരു മിസ്റ്റേക്ക് ആളുകൾ ചെയ്യുന്നതാണ് റിട്ടേൺ ഓഫ് പ്രീമിയം. അത് കൊള്ളാമല്ലേ നമുക്ക് തോന്നുന്നു. നമ്മൾ കൊടുക്കുന്ന പ്രീമിയം നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചു തരുന്നു എന്ന് കമ്പനി വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾ പലരും അതിൽ വീണു പോകുന്നു. എന്നാൽ ഇതിൽ വലിയ ഒരു ചതിയുണ്ട്. ആ ഇൻഷുറൻസ് എന്നുള്ളത് നമുക്ക് റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറയുമ്പോൾ നമ്മുടെ ടേം ഇൻഷുറൻസ് വീണ്ടും അതൊരു ഡിറൈവ്ഡ് പ്രോഡക്റ്റായി മാറുകയാണ്. നമ്മൾ കൂടുതലായി കൊടുക്കുന്ന പ്രീമിയത്തിനെ അവർ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുകയുടെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമുക്ക് തിരിച്ചു തരുന്നുള്ളൂ. നമുക്ക് തന്നെ ചെയ്തുകൂടെ? അതിനാൽ ഏറ്റവും പ്രീമിയം കുറഞ്ഞ ഇയർലി പ്രീമിയം അടയ്ക്കുന്ന വിത്തൗട്ട് റിട്ടേൺ ഓഫ് പ്രീമിയം ആയിട്ടുള്ള ടേം ഇൻഷുറൻസുകളിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന്, പ്രീമിയം തിരികെ നൽകിക്കൊണ്ട്, അതായത് റിട്ടേൺ ഓഫ് പ്രീമിയം. നമ്മൾ കൊടുക്കുന്ന പ്രീമിയം എല്ലാം വർഷാവർഷങ്ങളിൽ 25,000 രൂപ വെച്ചാണ് നമ്മൾ പ്രീമിയം കൊടുക്കുന്നതെങ്കിൽ 20 വർഷം അടച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ നമുക്ക് തിരികെ നൽകുന്നു. റിട്ടേൺ ഓഫ് പ്രീമിയം, ഇതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം എന്നുള്ള പോളിസികൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായി ഒരു പ്രീമിയം അടയ്ക്കേണ്ടിയിരിക്കുന്നു. 30 വർഷത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ടേം ഇൻഷുറൻസ് 30 വർഷത്തിന് ശേഷവും നമുക്ക് അൺഫോർച്ചുനേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒന്നും ഉണ്ടാകാത്ത പക്ഷം അടച്ചിരിക്കുന്ന എല്ലാ പ്രീമിയവും തിരിച്ചടയ്ക്കുന്നു. കാഴ്ചയിൽ ഇത് വളരെ നല്ല ഒരു പോളിസിയായി തോന്നാമെന്നുണ്ടെങ്കിലും ഇത് ഉപയോക്താക്കൾക്ക് ഒട്ടും അഭികാമ്യമായിട്ടുള്ള ഒരു തീരുമാനമല്ല. 2, ഒരു പർട്ടിക്കുലർ കുറച്ച് കാലത്തേക്ക് മാത്രം നമ്മൾ പ്രീമിയം അടയ്ക്കുക, ദീർഘനാളത്തേക്ക് അത് കൂടാതെ തന്നെ കൂടുതൽ നാളിലേക്ക് ഉള്ള കവറേജ് നേടുക എന്നുള്ളത്. ഇതിനെപ്പറ്റി നമുക്ക് കാണാം. ഒരു ഹ്രസ്വകാലത്തേക്ക് മാത്രം പ്രീമിയം അടയ്ക്കുക, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 10 വർഷത്തേക്ക് മാത്രം പ്രീമിയം അടയ്ക്കുക, 25 വർഷത്തെ കവർ നേടുക. ഇതും വലിയൊരു നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല. 3, ഒറ്റത്തവണ പ്രീമിയം. 1 കോടി രൂപയുടെ ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് അടുത്ത 30 വർഷത്തേക്ക് ലഭിക്കുന്നതിനായി ഒറ്റത്തവണത്തെ പ്രീമിയം അടയ്ക്കുക. ഈ ഒറ്റത്തവണ പ്രീമിയം ഒരു തവണ മാത്രം പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 25-30 വർഷത്തേക്ക് കവേർഡ് കിട്ടുന്നു. അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല എന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ 1 crore ടേം ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം ചിലപ്പോൾ 15-18 ലക്ഷമായിരിക്കാം. ഈ ഒറ്റത്തവണ പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സേവ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ കാലാകാലങ്ങളോളം കൊടുക്കുന്നത് വേണമെങ്കിൽ 35 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഒറ്റത്തവണയായി കൊടുത്താൽ വെറും 15 ലക്ഷം മാത്രമേ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ വീഴും. നമ്മൾ എല്ലാ മാസവും തന്നെ അതിന് കൊടുത്തിട്ട് ഈ ഒരു ബാക്കിയുള്ള ഒറ്റത്തവണയ്ക്ക് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന വലിയ പ്രീമിയം 15 ലക്ഷം രൂപ വേറെ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ല റിട്ടേൺ തരിക. 4, വരുമാനമില്ലാത്ത കുടുംബാംഗങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് എടുക്കുക. നമ്മുടെ ഭാര്യയുടെ പേരിലോ കുട്ടികളുടെ പേരിലോ ടേം ഇൻഷുറൻസ് എടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന്റെ കൃത്യമായിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന്. നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ, ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ വരുമാനമുള്ള കുടുംബനാഥന്റെ പേരിൽ മാത്രമേ ടേം ഇൻഷുറൻസ് എടുക്കേണ്ടതുള്ളൂ. ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ എല്ലാം ടേം ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിലേക്ക് ചിലപ്പോൾ കമ്പനികൾ നിങ്ങളെ തള്ളിവിട്ടേക്കാം. എന്നിരുന്നാലും ടേം ഇൻഷുറൻസിന്റെ ശരിയായ അതിന്റെ ഡെഫിനേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും
നമ്മളുടെ വരുമാനം നിൽക്കുമ്പോൾ അതിനെ ഒരു ഓഗ്യുമെന്റ് ചെയ്യുന്നതിന്, അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത്. ഈ ഒരു അവസരത്തിൽ ഭാര്യയുടെ പേരിലും 2 കോടിയുടെ ഒരു ഇൻഷുറൻസ് തുക ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ലഭിക്കാനില്ല. ഒരു പ്രത്യേക കാരണമില്ലാതെ ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ ഒരു ഇൻഷുറൻസ് ആരംഭിക്കുന്നു. പ്രത്യേക കാരണങ്ങൾ എന്തെല്ലാമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടേം ഇൻഷുറൻസ് എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഒരു കാരണങ്ങൾ, സ്പെസിഫിക് റീസൺസ് ഇല്ലാതെ നേരത്തെ തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കണോ? അതുപോലെ റിട്ടയർമെന്റിന് ശേഷവും നമുക്ക് കവർ ലഭിക്കുന്ന പോലെ ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ടോ? ഒരു പ്രകടനമില്ലാതെ ജീവിതത്തിന് വളരെ നേരത്തെ തന്നെ ഒരു ഇൻഷുറൻസ് ആരംഭിക്കുന്നു. അപ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും അവരുടെ അഡ്വർടൈസ്മെന്റ്സിൽ അവർ പറയാറുണ്ട്, നേരത്തെ തന്നെ നിങ്ങൾ ടേം ഇൻഷുറൻസ് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട പ്രീമിയം, ആ പ്രീമിയം എല്ലാ വർഷവും അടുത്ത 30 വർഷത്തേക്കാണ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ഏകദേശം സെയിം ആയിരിക്കും. ആ സെയിം പ്രീമിയത്തിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി വളരെ നേരത്തെ 20 വയസ്സിൽ തന്നെ നിങ്ങൾ ടേം ഇൻഷുറൻസിൽ ആരംഭിക്കുക എന്നുള്ളത്, അതും ഒരു ശരിയായ നടപടിയായിട്ടല്ല എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. കാരണം 20 വർഷം തുടങ്ങി 40 വർഷം വരെയുള്ള ഒരു സമയത്തിലുള്ള മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവായിരിക്കും. ആ 20 വർഷത്തിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രീമിയം കമ്പനിക്ക് ഒരുമാതിരി ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അത് അവർ കൊണ്ടുപോയി നല്ല മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് വളരെയധികം ലാഭം നേടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് നേടാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയത്ത് ആവശ്യമില്ല. നിങ്ങളൊരു വലിയ ഒരു ലോൺ എടുത്തിരിക്കുന്നു, വീടിന് വേണ്ടി 75 ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുകയാണെങ്കിൽ ഏകദേശം 1 കോടിയുടെയോ മറ്റോ ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. എന്നാൽ ഇന്ന് പല ഹൗസിംഗ് ലോൺസും ഇൻഷുറൻസ് അറ്റാച്ച്ഡ് ആയി വരുന്നത്. എക്സാമ്പിൾ, SBIയിൽ നിന്ന് നിങ്ങൾ ഇൻഷുറൻസ് ഒരു ലോൺ, ഹൗസിംഗ് ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ഇൻഷുറൻസ് കവറേജ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അതിൽ നിന്നുള്ള പ്രീമിയം നമ്മളിൽ നിന്ന് വാങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള സ്ഥിതിക്ക് അത് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയി ഒരു ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കേണ്ടതില്ല. അതിനാൽ ഒരു പ്രത്യേക കാരണം, നിങ്ങൾക്കൊരു ലോൺ എടുത്തിരിക്കുന്നു 25 വയസ്സിൽ തന്നെ എന്നുള്ള പോലത്തെ ഒരു കാരണമില്ലാതെ ജീവിതത്തിന്റെ വളരെയധികം നേരത്തെ തന്നെ വലിയ ഒരു ഇൻഷുറൻസ് ആരംഭിച്ച് അതിൽ നിന്നും ലാഭം ഉണ്ടാക്കാം എന്ന് കരുതുക വയ്യ. അപ്പോൾ ടേം ഇൻഷുറൻസ് ഒരു ലാഭമുണ്ടാക്കാനുള്ള ഒരു ഇൻഷുറൻസ് അല്ല. ടേം ഇൻഷുറൻസിൽ മാത്രമാണ് അവസാനമായിട്ട് ഉള്ള സമയം വരെ നമുക്ക് അതിന്റെ റിട്ടേൺ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. കാരണം നമ്മൾ മരിച്ചിട്ടില്ല, നമ്മളിപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. എക്സ്ക്ലൂഷൻസ് ചെക്ക് ചെയ്യാതെ വിടുന്നു, അതാണ് 6ാമത്തെ. എന്തെല്ലാം എക്സ്ക്ലൂഷൻസ് ആണ് ഒരു ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് കമ്പനി പറയുന്നത്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ചെക്കിംഗ് ദ എക്സ്ക്ലൂഷൻസ്. പല ടേം ഇൻഷുറൻസും പല വിധത്തിലായിട്ടാണ് വരുന്നത്. എല്ലാ എക്സ്ക്ലൂഷൻസ് വളരെയധികം ഇല്ലാത്ത ഒരു ടേം ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. പ്രകൃതി ദുരന്തങ്ങളെ, നാച്ചുറൽ കലാമിറ്റീസിനെ ആഡ് ചെയ്യാത്ത ചില ടേം ഇൻഷുറൻസുകളും ഉണ്ട് എന്ന് എനിക്ക് ഈ അടുത്ത് അറിയാൻ സാധിച്ചു. അതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം അടങ്ങിയിരിക്കുന്ന ഇൻഷുറൻസുകൾ വേണം നമ്മൾ. എന്നിരുന്നാലും ഇൻഷുറൻസ് പ്രീമിയം വളരെ കുറവുള്ള, വർഷാവർഷം പ്രീമിയം കൊടുക്കുന്ന പോളിസികൾ വേണം നമ്മൾ നിക്ഷേപിക്കാൻ. സാധാരണ ടേം ഇൻഷുറൻസിൽ വലിയ എക്സ്ക്ലൂഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മഹത്വമെല്ലാം നമ്മൾ വളരെയധികം നോക്കേണ്ടതില്ല. കാരണം മരിച്ചാൽ പേയ്മെന്റ് എന്നുള്ളതാണ് ഇതിന്റെ കേസിലുള്ള കാര്യം. അപ്പൊ അതിലൊരു ആർബിട്രേജിന്റെ ആവശ്യം സാധാരണ വരാറില്ല. ക്ലെയിം സെറ്റിൽമെന്റ് അനുപാതം. ഒരാൾ തന്റെ ക്ലെയിം സെറ്റിൽമെന്റിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുമ്പോൾ, ഒരാൾ ഇൻഷുറൻസ് എടുത്തു, അദ്ദേഹം മരണപ്പെട്ടു, അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഫാമിലി അവരെ കമ്പനിയെ സമീപിക്കുമ്പോൾ എത്ര ക്ലെയിംസ് ആണ് അവർ സെറ്റിൽ ചെയ്യുന്നത്, എത്ര ശതമാനമാണ്, അത് 100% 50% എന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഒരു ഇൻഷുറൻസ് കമ്പനി എത്ര ക്ലെയിമുകൾ വരുമ്പോൾ എത്ര ശതമാനമാണ് അതിൽ കൂടുതലായി അതിനെ സെറ്റിൽ ചെയ്യുന്നത്. പല നല്ല കമ്പനികൾക്ക് 96, 97% എല്ലാം ഉണ്ട്. എന്നാൽ ഇതിനെ ഒരു കൂടുതലായി നമ്മൾ നോക്കുന്ന കമ്പനിക്ക് 96 ഉള്ളൂ, മറ്റൊരു കമ്പനിക്ക് 99 ഉണ്ട് എന്ന ഒരു കാര്യത്തിലേക്ക് കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കേണ്ടതില്ല. ആവശ്യത്തിൽ കൂടുതൽ ശ്രദ്ധ അതിനുവേണ്ടി കൊടുക്കേണ്ടതില്ല. ഏറ്റവും പ്രീമിയം കുറഞ്ഞ, അത്ര പേര് കേൾക്കാത്ത ഒരു ഇൻഷുറൻസ് കമ്പനി ആയാലും അതിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കമ്പനിയുടെ 1 കോടിക്കുള്ള പ്രീമിയം ഒരു കമ്പനി 12,000 രൂപയ്ക്ക് തരികയാണ്, വേറൊരു കമ്പനി 40,000 രൂപയ്ക്കാണെങ്കിൽ ഈ 12,000 രൂപയുടെ കമ്പനിക്ക് എന്താണ് അതിന്റെ ഒരു ന്യൂനത എന്ന് പരിശോധിച്ച് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്. കാരണം വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ആ കമ്പനി അന്ന് ക്ലെയിം സെറ്റിൽമെന്റ്സ് എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ 12,000 തന്നെ അടച്ചാൽ പോരെ.
ഈ കമ്പനി ഏതെങ്കിലും ഒരു സമയത്ത് പൊളിയുകയാണെങ്കിൽ അത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഈ പൊളിയുന്നത് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റ് കമ്പനിയിലേക്ക് മാറിയാൽ പോരെ? അതല്ല, നമുക്ക് അൺഫോർച്ചുനേറ്റ് എന്തെങ്കിലും സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ആ സമയത്ത് കമ്പനി നല്ലവണ്ണം പ്രവർത്തിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോൾ നമുക്കത് ക്ലെയിം സെറ്റിൽമെന്റ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അത് കാരണം ഇതെല്ലാം ഒരു ഡിബേറ്റിന് ഉള്ള ആവശ്യമാണ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. ഏറ്റവും കുറഞ്ഞ പ്രീമിയമുള്ള ഓൺലൈനിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസിന് ഏറ്റവും കുറഞ്ഞ പ്രീമിയമുള്ള പോളിസികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പോളിസികൾ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ മനസ്സിലാക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യത്തിലാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നു. എവിടെയാണ് ഏറ്റവും കുറഞ്ഞ ലെവലിൽ ഏറ്റവും മുന്തിയ തരം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുകയ്ക്ക് ഉള്ള ഇൻഷുറൻസ് മാത്രം എടുക്കുക. ലാഭം ഉണ്ടാക്കാവുന്ന ഒരു ഇൻസ്ട്രുമെന്റായി നമ്മൾ കരുതരുത്. അത്യാപത്ത് വരുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ട് കരുതണം. അപ്പോൾ ഇത് തീരെ അവഗണിക്കരുത്. എന്നാൽ ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് കൂടുതൽ തുക ഇതിലേക്ക് കൊടുത്ത് വലിയൊരു ടേം ഇൻഷുറൻസ് ഉണ്ടാക്കി വെക്കാം എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. റിട്ടയർമെന്റിനെ പറ്റിയും 25 വയസ്സുകാർ വളരെ നല്ല പ്ലാനിങ്ങോടുകൂടി ചെറിയൊരു തുകയോടുകൂടി ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം 30-35 വർഷത്തിന് ശേഷം 60 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ മാസം 20 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ഒരു പദ്ധതിയിലേക്ക് എങ്ങനെ ചേരാം എന്നതിനെ പറ്റിയുള്ള എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണോ? മ്യൂച്വൽ ഫണ്ട്, ETF, ലോങ് ടേം വാല്യൂ സ്റ്റോക്സ് എന്നിവയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ലൈഫ് ഒരു 5-10 വർഷം വരെ വെട്ടിച്ചുരുക്കി എന്നെപ്പോലെ നേരത്തെ റിട്ടയർ ചെയ്യണോ? എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതെന്റെ ഉറപ്പ്. പുതിയതായി നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നവരും വർഷങ്ങളായി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണിത്. പേഴ്സണൽ ഫിനാൻസിന്റെ വിവിധ മേഖലകൾ കാര്യകാരണ സഹിതം ഇൻവെസ്റ്റിംഗ് റൈറ്റ് അപഗ്രഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെയും അവരുടെയും സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള യാത്രയുടെ ആദ്യ ചുവട് ഇവിടെ നിന്നാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.